ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ ട്രയൽ ബാലൻസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ട്രയൽ ബാലൻസ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടി ജേർണൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിച്ചു. ക്ലാസിഫിക്കേഷന് വേണ്ടി ലെഡ്ജർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി നമ്മൾ സമ്മറൈസിങ് സ്റ്റാർട്ട് ചെയ്യാണ്. സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിൻ്റെയും എൻഡ് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സമ്മറൈസ് ചെയ്യണം. നമ്മൾ മൊത്തത്തിൽ എടുക്കില്ല, ഒരു സമ്മറി മാത്രം പ്രിപ്പയർ ചെയ്യണം. ആ സമ്മറി പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് ബാലൻസുകളുടെയും ക്രെഡിറ്റ് ബാലൻസുകളുടെയും ഇക്വാലിറ്റീനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഓരോ ലെഡ്ജറിലും ഡെബിറ്റ് ബാലൻസ് ഉണ്ടാകും, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാകും അല്ലേ. പല അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, പല അക്കൗണ്ടുകൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചപ്പോൾ പറഞ്ഞു, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിലാണ് പോകുന്ന. ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഒരു ഡെബിറ്റിന് ഒരു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റിന് ഒരു കറസ്പോണ്ടിങ് ഡെബിറ്റ് ഉണ്ടാവും. അപ്പോൾ ഡെബിറ്റിന് ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ എൻഡിൽ വരുമ്പോൾ ഡെബിറ്റിൻ്റെ ടോട്ടലും ക്രെഡിറ്റിൻ്റെ ടോട്ടലും സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു ഈക്വൽ ആണോ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഒരു പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിൽ പല ലെഡ്ജറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറി അക്കൗണ്ട് ഉണ്ടാവും, ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അതുപോലെ പല ലെഡ്ജറുകളുടെ ബാലൻസ് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ, ഒരു സ്പെസിഫിക് ഡേറ്റിലുള്ള ബാലൻസുകൾ എഴുതി സമ്മറൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുക. ഓക്കെ, ഇനി ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും രണ്ടും, അതായത് ഡെബിറ്റ് ബാലൻസിൻ്റെ ടോട്ടലും ക്രെഡിറ്റ് ബാലൻസിൻ്റെ ടോട്ടലും ഈക്വൽ ആണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്തു, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തു, അതിലൊന്നും അരിത്തമെറ്റിക്കൽ മിസ്റ്റേക്കുകളില്ല. അതായത് സപ്പോസ് നമ്മൾ 505 രൂപ എന്ന് എഴുതേണ്ടതിന് ഒരു 550 എന്നൊക്കെ എഴുതി വരാം അല്ലേ, തെറ്റ് സംഭവിക്കാം. അപ്പോൾ നമ്മൾക്ക് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിൻ്റെയും ടോട്ടലുകൾ തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല, ഈക്വലാണ്, ടാലി ആവുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം മിസ്റ്റേക്കുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരു അക്യുറസി അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാനും കൂടി യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. നമ്മൾക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ സെയിം ആണ്, ഈക്വലാണ്, ടാലി ആവുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം ഓക്കെ നമ്മൾ ചെയ്തതിൽ അരിത്തമെറ്റിക്കൽ മിസ്റ്റേക്കുകളൊന്നുമില്ല. അരിത്തമെറ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 505 രൂപ എന്ന് എഴുതേണ്ട കൊടുത്ത് 550 രൂപ എന്ന് എഴുതി, 5 അങ്ങോട്ട് ജമ്പിൾ ചെയ്ത് മാറിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അരിത്തമെറ്റിക്കൽ അക്യുറസി മാത്രമാണ്. നമ്മൾ പോസ്റ്റ് ചെയ്തതിലോ അല്ലെങ്കിൽ ലെഡ്ജറിലോട്ട് എടുത്ത് എഴുതിയപ്പോഴോ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തെങ്കിലും എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ജസ്റ്റ് അരിത്തമെറ്റിക്കൽ അക്യുറസി മാത്രം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട കാര്യം പർച്ചേസ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യൻ ട്രയൽ ബാലൻസ് ടാലി ആവും. പക്ഷേ അതുപോലത്തെ എറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ നമ്മൾക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അരിത്തമെറ്റിക്കൽ അക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അരിത്തമെറ്റിക്കൽ അക്യുറസി, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ അക്യുറസി എൻഷുർ ചെയ്യാൻ വേണ്ടി ആണ് ട്രയൽ ബാലൻസ്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്കൽ അക്യുറസി എൻഷുർ ചെയ്യുക, ചെക്ക് ചെയ്യുക. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ലാഭമാണോ നഷ്ടത്തിലാണോ എന്ന് അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഒരു പെർട്ടിക്കുലർ പീരീഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും കൂടി കോമൺ ആയിട്ട് പറയുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് ഈ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഒരു ബേസ് ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. പിന്നെ ചില എററുകൾ മനസ്സിലാക്കാൻ വേണ്ടി ട്രയൽ ബാലൻസ് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് എറർ എന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനും ട്രയൽ ബാലൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതാണ് ട്രയൽ ബാലൻസിൻ്റെ ഒരു ജനറൽ ഫോമാറ്റാണ്. അതിൽ നെയിം ഓഫ് അക്കൗണ്ട് ഉണ്ടാവും, ഏതൊക്കെ അക്കൗണ്ടുകളാണ്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. അതുപോലെ പല ടൈപ്പ് ഓഫ് അക്കൗണ്ട് നമ്മൾ എഴുതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ലെഡ്ജർ ഉണ്ട്. ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലെഡ്ജറാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ലെഡ്ജറാണ്. അപ്പോൾ ഇതിനെല്ലാം സമ്മറൈസ് ചെയ്ത് ഒരു ബാലൻസ് മാത്രമാണ് നമ്മളിവിടെ എഴുതുന്നുണ്ടോ, ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസുകളാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസിൽ നെയിം ഓഫ് അക്കൗണ്ട് ഉണ്ടാവും, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്, പിന്നെ ജേണലിലൊക്കെ ഉള്ള പോലെ ലെഡ്ജർ ഫോളിയോ. ഈ 4 കോളമാണ് ഉണ്ടാവുക. നെയിം ഓഫ് ദി അക്കൗണ്ട്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. ഓരോ ബാലൻസ് എടുത്ത് എഴുതുക. ഇതാണ് ട്രയൽ ബാലൻസിൻ്റെ ജനറൽ ഫോമാറ്റ്. ഇനി എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ടോട്ടൽ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് ബാലൻസ് മെത്തേഡ്. ടോട്ടൽ മെത്തേഡിൽ ഒരു അക്കൗണ്ടിൻ്റെ
രണ്ട് വശം ഡെബിറ്റ് സൈഡിലെ എമൗണ്ട്സ് എഴുതും, ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് എഴുതും. ഇവിടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ എടുത്ത് എഴുതും, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ടോ അത് ഇവിടെ എടുത്ത് എഴുതും. അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതുന്നതിന് ടോട്ടൽ മെത്തേഡ് എന്ന് പറയാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് മെത്തേഡ്. ബാലൻസ് മെത്തേഡിൽ രണ്ട് സൈഡിൻ്റെ ഡിഫറൻസ് അസേർട്ടൈൻ ചെയ്യും. ചിലപ്പോൾ ചില അക്കൗണ്ടുകളിൽ ഡെബിറ്റ് സൈഡ് കൂടുതലായിരിക്കാം. അങ്ങനത്തെ അക്കൗണ്ടുകളിൽ ഡെബിറ്റ് ബാലൻസ് അക്കൗണ്ട് എന്ന് പറയും. ചില അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കാം. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ ഡെബിറ്റ് സൈഡിൽ എഴുതും ട്രയൽ ബാലൻസിൻ്റെ, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളെ ക്രെഡിറ്റ് ബാലൻസിൽ എഴുതും. സപ്പോസ് ഇവിടെ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇത് ബാലൻസ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഫോർമാറ്റാണ്. ടോട്ടൽ മെത്തേഡിൽ ഇവിടെ ഡെബിറ്റ് സൈഡിലും എഴുതും, ക്രെഡിറ്റ് സൈഡിലും എഴുതും. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എത്ര ടോട്ടൽ നോക്കും. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് 60,000 ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് 50,000 ഉണ്ട്, ടോട്ടൽ 1,10,000. അപ്പം മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിവിടെ 1,10,000 എന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതും. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്തുണ്ടെന്ന് നോക്കും. ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ, 8,500. അപ്പോൾ നമ്മൾ മെഷീനറിയുടെ ഇവിടെ കൊണ്ടുവന്ന് ക്രെഡിറ്റ് സൈഡിൽ 8,500 എഴുതും. അപ്പോൾ 1,10,000 ഡെബിറ്റ് സൈഡിൽ എഴുതും, ക്രെഡിറ്റ് സൈഡിൽ 8,500 എഴുതും. അങ്ങനെയാണ് ടോട്ടൽ മെത്തേഡിൽ ചെയ്യുക. ഇനി ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ രണ്ട് സൈഡിൻ്റെയും ഡിഫറൻസ് അസേർട്ടൈൻ ചെയ്യും. എങ്ങനെയാണ്? ഇവിടെ ഡെബിറ്റ് സൈഡിൻ്റെ നോക്കുക. മെഷീനറിയുടെ ഡെബിറ്റ് സൈഡ് നോക്കുമ്പോൾ 60,000 + 50,000 ടോട്ടൽ 1,10,000 ആണ്. ഇപ്പുറത്ത് ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഡെബിറ്റ് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിലെ ടോട്ടലാണ് ഒരു അക്കൗണ്ടിൽ കൂടുതലെങ്കിൽ ആ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയും. ഡെബിറ്റ് സൈഡിൽ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ 8,500 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലെ ടോട്ടലിൽ നിന്ന് 8,500 കുറയ്ക്കും. ആ കുറവ് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ ബാലൻസ് മെത്തേഡിൽ ഈ ബാലൻസ് മാത്രം നമ്മൾ എങ്ങോട്ട് എടുത്ത് എഴുതും? ട്രയൽ ബാലൻസിൻ്റെ ഏത് ബാലൻസാണോ ആ സൈഡിൽ എഴുതും. ഇപ്പോൾ ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ് അല്ല, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ മെഷീനറി അക്കൗണ്ട് ട്രയൽ ബാലൻസിൽ വരുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ഇവിടെ മെഷീനറി അക്കൗണ്ടിൽ ബാലൻസ് എത്രയാണോ അത് മാത്രം എഴുതും. ടോട്ടൽ മെത്തേഡിലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഇവിടെ എഴുതും, ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ ഇവിടെ എഴുതും. പക്ഷേ ബാലൻസ് മെത്തേഡിൽ ബാലൻസ് വരുന്ന ഫിഗർ മാത്രം ഏത് സൈഡിലാണോ കൂടുതൽ ആ സൈഡിൽ എടുത്ത് എഴുതും. ഓക്കെ, ഇവിടെ ഡെബിറ്റ് സൈഡിലാണോ കൂടുതൽ, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എടുത്ത് എഴുതി. ഇനി സപ്പോസ് ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ, ഇത് ബൈ ബാങ്ക് എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതും, ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സൈഡിലാണ് കൂടുതൽ എന്ന് പറയാം. അപ്പോൾ ഇതിന് ക്രെഡിറ്റ് ബാലൻസ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബാലൻസ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അസറ്റ് അക്കൗണ്ടുകൾക്കും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എല്ലാ അസറ്റ് അക്കൗണ്ടുകൾക്കും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. നമുക്ക് ഈ ഫോർമാറ്റ് ഒന്നും കൂടി നോക്കാം. നോക്കിയേ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒരു അസറ്റാണ്, അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു അസറ്റാണ്, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. എക്യുപ്മെൻ്റ് ഒരു അസറ്റാണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അങ്ങനെ ഏതൊക്കെ അസറ്റുകളുണ്ടോ അതിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതുപോലെ തന്നെ ഇനി ലയബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ ലയബിലിറ്റിക്കും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇനി ക്യാപിറ്റലും ഇൻ എഫക്റ്റ് ഒരു ലയബിലിറ്റി തന്നെയാണ് അല്ലേ, ഓണേഴ്സിന് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയാണ്. അപ്പം ക്യാപിറ്റലും ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. റിസർവ്സ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ട്രയൽ ബാലൻസിൻ്റെ. ലോൺ, നമ്മൾ എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ് അല്ലേ, ലയബിലിറ്റി, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ട്രയൽ ബാലൻസിൻ്റെ. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുക. പക്ഷേ പർച്ചേസ് റിട്ടേൺസ് ആണെങ്കിലോ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻകം ആയതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. സെയിൽസ് റിട്ടേൺ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് ബാലൻസിൽ എഴുതുക. ഇനി ലോസസും എക്സ്പെൻസുകളും ചിലവുകൾ നഷ്ടങ്ങളൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഇൻകംസും ഗെയിൻസും ഒക്കെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇവിടെ നോക്കിയാലറിയാം സാലറി എക്സ്പെൻസ് ആണല്ലേ, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഡ്രോയിങ്സ് കമ്പനീനെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ചിലവാണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. ക്യാരിയേജ് ഇൻവേർട്സ് ചിലവാണല്ലേ, അതുകൊണ്ട് എവിടെ എഴുതി? ഡെബിറ്റ് സൈഡിൽ എഴുതി. അതുപോലെ തന്നെ സെയിൽസ് നോക്കിയേ വരവാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. പർച്ചേസ് റിട്ടേൺസ് നോക്കിയേ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അതേസമയം പർച്ചേസ് എവിടെ എഴുതിയേ? പർച്ചേസ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഓക്കെ, ഇനി കമ്മീഷൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഈ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് ഇൻകമാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ കാണാതെ പഠിക്കുക.
പിന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ ഒരു സെക്ഷനും നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് P&L ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ നമ്മൾക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ബാലൻസസ് വെർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് എ ട്രേഡർ ഓൺ March 31, 2011. പ്രിപ്പയർ ട്രയൽ ബാലൻസ്. താഴെ ഒരു ട്രേഡറിൻ്റെ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസുകൾ തന്നിട്ടുണ്ട്. ബാലൻസുകൾ മാത്രമേ തന്നിട്ടുള്ളൂ, നമുക്ക് ഡെബിറ്റ് സൈഡ് ടോട്ടലും ക്രെഡിറ്റ് സൈഡ് ടോട്ടലും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ബാലൻസ് മെത്തേഡ് യൂസ് ചെയ്താണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ഡെറ്റേഴ്സ്, അങ്ങനെ ബാങ്ക് വരെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. അടിയിലൊരു നോട്ട് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ March 31, 2011 ഈസ് 2400. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 2400 ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണ്. ട്രയൽ ബാലൻസ് ആസ് ഓൺ March 31, 2011. ആദ്യം തന്നെ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ അക്കൗണ്ട്, രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ, മൂന്നാമത്തെ ഡെബിറ്റ് എമൗണ്ട്, നാലാമത്തെ ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ ആദ്യത്തെ ഐറ്റം നമ്മൾക്ക് എടുക്കാം ക്യാപിറ്റൽ. ക്യാപിറ്റൽ എപ്പോഴും നമ്മൾ പോയിൻറ്റ്സ് നോക്കിയപ്പോൾ പറഞ്ഞു ക്രെഡിറ്റ് സൈഡിലായിരിക്കും എഴുതുക എന്നല്ലേ ക്യാപിറ്റൽ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എടുത്ത് എഴുതി 49,200. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് എന്താ ലയബിലിറ്റി ആണ്. ലയബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള കാര്യങ്ങൾ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ക്രെഡിറ്റേഴ്സിന് എഴുതി. ബിൽഡിംഗ് എന്താ അസറ്റാണ്. അസറ്റ്സിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ബിൽഡിംഗ് എടുത്ത് എഴുതുക. ഡെബിറ്റ് സൈഡിൽ 30,000. ഫർണിച്ചർ എത്രയാണ് 6,000. ഫർണിച്ചർ ഒരു അസറ്റാണ്, നമ്മൾ ഡെബിറ്റ് സൈഡിൽ എടുത്ത് എഴുതി 6,000. ഡെറ്റേഴ്സും ഒരു അസറ്റാണ്, 13,200 ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ട്രേഡറിനെ സംബന്ധിച്ച് ഒരു നഷ്ടമാണ് അല്ലേ. നഷ്ടങ്ങൾ എപ്പോഴും ഡെബിറ്റ് സൈഡിൽ എഴുതുക. ബാഡ് ഡെറ്റ്സ് 400. പർച്ചേസസ് 64,000 ഉണ്ട്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, അത് ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതേസമയം പർച്ചേസ് റിട്ടേൺസ് ഉണ്ട് ഇവിടെ. പർച്ചേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ഓക്കെ, ഇനി സെയിൽസ് 1 lakh ഉണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം 1 lakh. അതേസമയം സെയിൽസ് റിട്ടേൺസോ സെയിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സെയിൽസ് ക്രെഡിറ്റിൽ എഴുതുക, സെയിൽസ് റിട്ടേൺസ് ഡെബിറ്റിൽ എഴുതും. സെയിൽസ് റിട്ടേൺ 400 ഡെബിറ്റ് സൈഡിൽ എഴുതി. സാലറി 7,000 എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. വേജസ് 9,600 എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. റെൻറ്റ് 5,000. റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി റെൻറ്റ് റിസീവ്ഡ് എന്നാണ് ഇവിടെ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഈ 5,000 എവിടെ എഴുതുള്ളൂ ക്രെഡിറ്റ് സൈഡിൽ എഴുതുള്ളൂ. ഇവിടെ റെൻറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റെൻറ്റ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യണം അത് റെൻറ്റ് പെയ്ഡാണ്, ആ ട്രേഡർ വാടക കൊടുത്തേക്കുന്നതാണ്. ഇനി റെൻറ്റ് റിസീവ്ഡ് എന്നാണെങ്കിൽ അതിൽ ക്ലിയർ ആയിട്ട് പറയും റെൻറ്റ് റിസീവ്ഡ്. അങ്ങനെയാണെങ്കിൽ റിസീവ്ഡ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അല്ലെങ്കിൽ ചിലപ്പോൾ റെൻ്റ് എന്ന് തന്നിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ CR എന്നുണ്ടാവും. ബ്രാക്കറ്റിൽ റെൻറ്റിൻ്റെ സൈഡിൽ CR എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ഓക്കെ, ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡറിനെ സംബന്ധിച്ച് അസറ്റാണ്. ബാങ്ക് 15,200 അസറ്റ് എപ്പോഴും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ക്യാഷും അസറ്റാണ്, ഡെബിറ്റ് സൈഡിൽ എഴുതുക. ടോട്ടൽ ചെയ്യുക, ഈ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് സൈഡ് 1,60,800, ക്രെഡിറ്റ് സൈഡും 1,60,800. ഇവിടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ആയതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മൾ ജേണൽ എൻട്രി എഴുതിയപ്പോഴോ അല്ലെങ്കിൽ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തപ്പോഴോ നമ്മൾക്ക് ഫിഗർ എഴുതിയതിലൊന്നും തെറ്റുകൾ സംഭവിച്ചിട്ടില്ല. അരിത്തമെറ്റിക്കലി അക്യുറേറ്റ് ആണ് എന്ന് നമ്മൾക്ക് പ്രെസ്യൂം ചെയ്യാം. പക്ഷേ പ്രിൻസിപ്പിളെല്ലാം കറക്റ്റ് ആണോന്നില്ല. ചിലപ്പോൾ ഇവിടെ ബാഡ് ഡെറ്റ്സ് നമ്മൾ പർച്ചേസിൻ്റെ കൂടെ എഴുതി കഴിഞ്ഞാൽ അവിടെ തെറ്റി. പക്ഷെ എന്ത് ചെയ്യും 64,400 എന്ന് വരുന്നതുകൊണ്ട് ഇവിടെ ടാലി ആവും അല്ലേ. അല്ലെങ്കിൽ ഈ പർച്ചേസ് റിട്ടേൺ നമ്മൾ സെയിൽസിൻ്റെ ഒപ്പം 1,06,000 എന്ന് പറഞ്ഞ് എഴുതി. അങ്ങനെ നോക്കിയാലും ഇവിടെ ടാലി ആവും 1,60,800 തന്നെ കിട്ടും. പക്ഷേ ടെക്നിക്കലി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് അല്ല അല്ലേ. അപ്പോൾ അരിത്തമെറ്റിക്കൽ അക്യുറസിയും നമ്മൾക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻഷുർ ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഉറപ്പാക്കാൻ പറ്റും. ദാറ്റ് ഈസ് അരിത്തമെറ്റിക്കലി നമ്മൾ ചെയ്തതെല്ലാം അക്യുറേറ്റ് ആണ്. ഇനി ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആസ് ഓൺ March 31, 2011 ഈസ് 2,400. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ എങ്ങും എടുത്തിട്ടില്ല. അപ്പോൾ ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കില്ല. ട്രയൽ ബാലൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. നമ്മൾക്കിവിടെ പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ട്രയൽ ബാലൻസിൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എല്ലാ അക്കൗണ്ടുകളുടെയും ക്ലോസിംഗ് ബാലൻസാണ് നമ്മൾ എഴുതുക, പക്ഷേ സ്റ്റോക്കിൻ്റെ മാത്രം ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും ട്രയൽ ബാലൻസിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, ഇത് ബാലൻസ് മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കിയത്.
നിങ്ങൾക്ക് ഇനി ഞാനൊരു ഇല്ലസ്ട്രേഷൻ തരാം, നിങ്ങൾക്കിത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഫോമാറ്റൊക്കെ നോക്കുക, നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.